എല്ലാവരും ശ്രദ്ധിക്കൂ ശ്രദ്ധിക്കൂ. നമുക്ക് എല്ലാവർക്കും വേണ്ടി മുത്തശ്ശൻ ഒരു പാട്ട് പാടുന്നതായിരിക്കും. നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് സാഗരരാഗമാണ് കേൾപ്പിക്കാൻ പോകുന്നത്. ഇപ്പൊ ശരിക്കും കുടുങ്ങി. ഇവിടുന്ന് എവിടെയും പുറത്തേക്ക് പോവാൻ പറ്റില്ല. മുത്തശ്ശനെ തടയണം മോനെ, അല്ലെങ്കിൽ ഈ പാട്ട് കേൾക്കുന്നവരൊക്കെ വെള്ളത്തിലെടുത്ത് ചാടും. എവിടുന്ന് വരുന്നതാണ്? മുത്തശ്ശന്റെ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോ വിശക്കാൻ തുടങ്ങി. ചെന്ന് എന്തെങ്കിലും കഴിക്കാം. എന്റെ സാൻഡ്വിച്ച് സാൻഡ്വിച്ച് കള്ളൻ കള്ളൻ ലഡു സിംഗ് സാറേ, എന്റെ സാൻഡ്വിച്ച് മോഷ്ടിച്ചിരിക്കുന്നു. മോഷണമോ? ലഡ്ഡു സിംഗിന്റെ പരിധിയിൽ മോഷണമോ? എവിടെ? വിടില്ലേ ഞാൻ. എവിടെയാ കള്ളൻ? എന്നെ രക്ഷിക്കണേ, എന്നെ ആരെങ്കിലും രക്ഷിക്കണേ. വേണ്ട വേണ്ട, എന്നൊന്നും ചെയ്യല്ലേ, എന്നൊന്നും ചെയ്യല്ലേ, എന്നെ രക്ഷിക്കണേ. രക്ഷിക്കൂ, ആ സീകൾ എന്റെ പേഴ്സ് എടുത്തുകൊണ്ട് പോയി. നീ എന്താ ചെയ്യുന്ന ശിവ? മുത്തശ്ശ, നിങ്ങളുടെ കൊച്ചുമോൻ ഇത് എങ്ങോട്ടാണ് ഈ പോകുന്നത്? ഈ കുട്ടി ഏതാണ്? എവിടെ നിന്നാണ് വന്നത്? എന്റെ സീഗൾ എടുത്തു നിന്ന് അവൻ ആ പേഴ്സ് തട്ടിയെടുത്തിരിക്കുന്നു. ഞാനാണ് സീഗൾസിന്റെ മാസ്റ്റർ. ഇത് വല്ലാത്ത അതിശയം തന്നെയാണല്ലോ. നീ എങ്ങനെ ഈ സൈക്കിൾ പറപ്പിക്കുന്നത്? എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. നിർത്തൂ. ഇന്ന് നിങ്ങൾക്കാർക്കും ഞാൻ ആഹാരം തരില്ല. കാരണം നിങ്ങൾ ഇന്ന് ഒന്നും തന്നെ കൊണ്ടുവന്ന് തന്നില്ല എനിക്ക്. ജോലി ചെയ്തില്ലെങ്കിൽ തീറ്റയും തരില്ല. പൊയ്ക്കോ. നിങ്ങൾ എല്ലാവരും രാത്രി കപ്പലിൽ ചെന്ന് അതിലുള്ള എല്ലാ സാധനങ്ങളും മോഷ്ടിച്ചു കൊണ്ടുവരണം.
എന്റെ സ്വർണം ഞാനിവിടെ അയച്ചു വെച്ച മാല കാണുന്നില്ല. കള്ളൻ കള്ളൻ ഈ ലഡ്ഡു സിംഗ് ഉള്ളപ്പോ കപ്പലിൽ മോഷണം നടന്നു. കള്ളൻ കപ്പലിൽ തന്നെയാണ്. അവനെ ഞാൻ പിടിച്ചിരിക്കും. നിങ്ങൾ എല്ലാരും ഒന്ന് സമാധാനമായിരിക്കേ. കൊള്ളാം, മിടുക്കന്മാർ. ഇനി നിങ്ങൾ എല്ലാവരും ചെന്ന് ഭക്ഷണം കഴിച്ചോളൂ. കണ്ടോ പേടാറാം, ഈ വേഷത്തിൽ ആർക്കും എന്നെ മനസ്സിലാക്കാൻ കഴിയില്ല. ഞാൻ രാത്രി മുഴുവനും കാവലിരുന്ന് ആ കള്ളനെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. എന്നാ ശരി, നീ ഇപ്പൊ ഇവിടുന്ന് പൊക്കോ. ഓക്കെ, വിട്ടോ? ഓക്കെ സാർ. കള്ളൻ കള്ളൻ ഓടിവാ കള്ളൻ. ഇതാ കള്ളൻ കള്ളൻ കള്ളനെ പിടിക്ക്. ഇതാ കള്ളൻ കേറിയിട്ടുണ്ട്. കള്ളൻ കള്ളൻ കള്ളൻ. കള്ളൻ കള്ളൻ പിടിക്ക്, പിടിക്ക്. ഉടനെ അവനെ, പിടിക്ക്. കള്ളൻ കള്ളൻ, ഇവൻ തന്നെയാണ് കള്ളൻ. ഇടിക്ക്, ഇടിക്ക്. വെറുതെ വിടരുത്. ഇടിക്ക് അവനെ. എന്നെ തല്ലല്ലേ. മതിയാക്ക്. ഞാൻ ആ കള്ളനെ പിടിക്കാൻ വേണ്ടി വേഷം കെട്ടി നടന്നതാണ്. പക്ഷെ നിങ്ങൾ എല്ലാരും ചേർന്ന് അല്ല ശിവ, ഞാൻ ആലോചിക്കുന്നത് തന്നെയാണോ ഇപ്പൊ നീ ആലോചിക്കുന്നത്? എന്താ? അതായത് മോഷ്ടാവ് ഈ കപ്പലിലല്ല, ആ കാണുന്ന ഐലാൻഡിലാ ഉള്ളതെന്ന്. അതുമല്ലാതെ ആ പക്ഷികളെ അയാളായിരിക്കും ട്രെയിൻ ചെയ്തത്. നീ പറഞ്ഞത് ശരിയാ രേവാ. നമുക്ക് അയാളെ പിടിക്കാനായിട്ട് ആ ഐലാൻഡിൽ പോകേണ്ടതുണ്ട്. എവിടെ പോകുന്നു? ഇങ്ങോട്ട് തിരിച്ചു വരൂ. ശിവ, ഈ കുട്ടി ഇവിടെയും എത്തിയോ? ഇവനെങ്ങാനും എന്നെ ഇവിടെ കണ്ടാൽ ഇന്നത്തോടെ എന്റെ രഹസ്യങ്ങളെല്ലാം പൊളിഞ്ഞു പോകും. സീഗൾസ്, നിങ്ങൾ എവിടെയാണ്? ആ ചെറുക്കൻ വന്നിരിക്കുന്നു. വേഗം തന്നെ അവനെ വരട്ടു. ചെല്ല്, ഞാൻ പറഞ്ഞ ജോലി വേഗം ചെയ്യേ. ശിവ, അത് കണ്ടോ? സീഗൾസ്. അത് ട്രെയിൻ ചെയ്ത സീഗൾസ് ആണ്. നിങ്ങൾ 3 പേര് ഒരു വശത്ത് പോവാ, ഞാൻ വേറൊരു വഴിക്ക് അങ്ങോട്ട് ചെല്ലാം. നമ്മൾ എപ്പോഴും ഫോണിൽ തന്നെ ഉണ്ടാവണം. പക്ഷികളെ, ഇവിടെ ഇവിടെ. ഇവനെ വെറുതെ വിടരുത്. ശിവ, ഇവിടെ സീഗൾസിന്റെ ട്രെയിനർ ഉണ്ട്. അയാൾ മോണിറ്ററിൽ കൂടി നിന്നെ ശ്രദ്ധിച്ചോണ്ടിരിക്കാം. ഓക്കെ രേവാ, ആദ്യോടും ജോഡിയോടും പറയണം എന്തെങ്കിലുമൊക്കെ കാണിച്ച് അയാളെ പുറത്തേക്ക് കൊണ്ടുപോകണമെന്ന്. നീ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ശിവ.